മോള് പടികളിൽ നിന്ന് വീണിട്ടാണ് പരിക്കേറ്റത് അല്ലേ? അതെ. സ്വപ്നയെ ആരോ തള്ളിയിട്ടതാണെന്ന് പലരും പറഞ്ഞു. ശരിയാണോ? അല്ല. ഞാൻ കാല് തെറ്റി വീണതാ. എനിക്ക് ആർക്കെതിരെയും ഒരു പരാതിയുമില്ല. മോളെ, നീ എന്താ ഈ പറയുന്നേ? മഹിമ നിന്നെ തള്ളിയിട്ടെന്ന് എല്ലാവർക്കും അറിയാം. ആ ഡെയ്സി ഡോക്ടർ എന്നെ സാക്ഷിയാ. ഡോക്ടർ കണ്ടും മനസ്സിലാക്കിയതില് എന്തോ തെറ്റ് പറ്റിയതായിരിക്കും അച്ഛാ. എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു. ഞാനൊന്ന് പോയി കിടന്നോട്ടെ. നീ ആഗ്രഹിച്ച പോലെ എല്ലാം നടന്നു. മനസ്സിലായില്ല. സ്വപ്ന മഹിമയ്ക്കെതിരെ മൊഴി കൊടുത്തില്ല. കാല് തെറ്റി വീണതെന്നാ പറയുന്നേ. ഇനിയിപ്പോ മഹിമയെ നിയമപരമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഉറപ്പായി. നീ വലിയ ഗുണ്ടയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? സ്വന്തം പെങ്ങടെ കുഞ്ഞിനെ കൊന്നിട്ട് പോലും നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നീ നിന്റെ ഭാര്യയെ പേടിച്ച് കഴിയല്ലേ? എന്തിനാ സഞ്ജു വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നേ? ഞങ്ങൾ എങ്ങനെയെങ്കിലും മനസമാധാനത്തോടെ ജീവിച്ചു പോയിക്കോട്ടെ. അപ്പൊ എന്റെ കാര്യോ? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് മഹിമ ഇല്ലാതാക്കിയത്. അപ്പൊ അവക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കാൻ ആരുമില്ലേ? ഉണ്ട്. നിയമത്തിന്റെ വഴിക്ക് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ എന്റെ വഴിക്ക് ഞാൻ ശിക്ഷ നടപ്പിലാക്കിയോളാം. ഗിരിയേട്ടാ, വേണ്ട. നിനക്ക് നിന്റെ ഡ്യൂട്ടി ചെയ്യാൻ ഞാനൊരു അവസരം തന്നു. നീ അത് കളഞ്ഞു കുളിച്ചു. ഇനി എന്റെ അവസരമാ.